കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചു മരിക്കുവിൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിത് വായിച്ചു കേട്ട 2 വചനഭാഗങ്ങളും നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുവർത്തിക്കേണ്ടതായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിശ്വാസ രഹസ്യത്തെ പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ വായിച്ചു കേട്ട 1-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ യേശുമിശിഹായെ റോമായിലെ സഭയ്ക്ക് പരിചയപ്പെടുത്തുകയും എന്തുകൊണ്ടാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. ഈ ഗ്രാജുവേഷൻ സ്റ്റഡീസ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റഡീസൊക്കെ നടത്തുന്നവർക്കറിയാം, ആ പഠനത്തിൻ്റെ അവരുടെ അവസാന സമയത്ത് അവർ കഴിഞ്ഞ 2 വർഷമോ 3 വർഷമോ 4 വർഷമോ ഒക്കെ പഠിച്ചത് മുഴുവനും അവർ സംഗ്രഹിച്ചുകൊണ്ട് അവർക്കൊരു തീസിസൊക്കെ അവർക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ ആ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചത് മുഴുവനും സംഗ്രഹിച്ചുകൊണ്ടാണ് അവരുടെ ഒരു പ്രസൻറ്റേഷൻ അവർ നടത്തുക. ഇന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് 1-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് തൻ്റെ വിശ്വാസ അനുഭവം, ക്രിസ്തുവിനെ കണ്ടറിഞ്ഞ ആ ഒരു നിമിഷം മുതലുള്ള വലിയ അനുഭവം അതൊരു വലിയ തീസിസ് പോലെ ആക്കി റോമായിലെ സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്? അതായത് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ അടിയുറച്ച് ജീവിക്കുവാൻ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈശോ അവിടെ കൃത്യമായിട്ടും പറയുന്നു, ഒരു മനുഷ്യൻ്റെ പാപം മൂലം അല്ല ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം, അനുസരണക്കേട് മൂലം പാപം ലോകത്തിലേക്ക് വന്ന് അവൻ മരണത്തിന് വിധേയനായപ്പോൾ ഒരുവൻ്റെ പ്രവൃത്തി മൂലം, നീതി മൂലം, കരുണ മൂലം ലോകം മുഴുവനും രക്ഷ പ്രാപിച്ചു. അതായത് യേശുക്രിസ്തുവിലൂടെ മനുഷ്യവംശത്തിന് ലഭിച്ച രക്ഷയെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുക. നമ്മളോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? എന്തിനാണ് ക്രിസ്തുവിനോട് കൂടെയായിരിക്കുന്നത്? എന്തിനാണ് നീ എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുവാനായ ദേവാലയത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും പറയാൻ പറ്റണം, എൻ്റെ ഈശോ എന്നോട് കരുണ കാണിച്ച് എനിക്ക് നേടിത്തന്ന നിത്യരക്ഷയ്ക്ക് അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുവാനായി കടന്നു വരുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം അതുകൊണ്ട്, കാരണം ആർക്കും നേടിത്തരാൻ പറ്റാത്ത ഒരു വലിയ സൗഭാഗ്യം യേശുക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ചു. അതായത് എൻ്റെ ജീവൻ നശിച്ചു പോകാതിരിക്കാനായി, നിത്യജീവൻ അവകാശപ്പെടുത്തുവാനായി ദൈവം എന്നോട് കരുണ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ ഈ ഒരു കാര്യം പൂർണ്ണമായി മനസ്സിലാക്കിയാണ് എല്ലാ സഭകളിലും ഈ ഒരു കാര്യം പഠിപ്പിക്കുക. ഇതിനകത്ത് ഒരു മായവും ചേർക്കാതെ, വെള്ളവും ചേർക്കാതെ കൃത്യമായിട്ടും ദൈവജനത്തെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി ഏറ്റവും കൂടുതൽ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതായത് എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതം കൊണ്ട് ധന്യമാക്കപ്പെട്ട ജീവിതമാണ്, അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞ ജീവിതമാണ്. അത് ഏറ്റവും നല്ല ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കേണ്ടതാണ് എന്നുള്ളത് നമ്മൾ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനങ്ങൾ നമ്മൾ കാണുക. അതായത് എപ്രകാരമാണ് മനുഷ്യപുത്രൻ വീണ്ടും വരുന്ന സമയത്ത്
നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം, ജാഗ്രതയോടെ ഒരുക്കമുള്ളവരായിരിക്കണം എന്ന് പറയുന്നു. അരമുറുക്കി യജമാനൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഭൃത്യന്മാരെ പോലെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്താണ്? പലപ്പോഴും ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ, ദൈവത്തെ അനുഭവിച്ചറിയണമെങ്കിൽ ഈ ഈശോ പറയുന്ന ഈ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ ഇപ്രകാരമാണ്: ഒരു വലിയ ദേവാലയം, അതിൻ്റെ മറുവശത്ത് ഒരു കൊച്ചുകുട്ടി അപ്പത്തിനു വേണ്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരു ഫോട്ടോ. അപ്പോൾ അവിടെ അതിൻ്റെ ആ ഫോട്ടോയുടെ താഴെ ഉണ്ടായിരുന്ന ക്യാപ്ഷൻ ഇപ്രകാരമായിരുന്നു: വിശ്വാസികൾ കോടിക്കണക്കിന് രൂപ മുടക്കി ദേവാലയങ്ങൾ പണയുമ്പോൾ ദൈവം പൊതുനിരത്തിൽ അലഞ്ഞു തിരിയുകയാണ്. ദൈവം പലപ്പോഴും നമ്മുടെയൊക്കെ മുമ്പിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും കടന്നു വരിക. അപ്പോൾ അവിടെ എല്ലാവരെയും, നമ്മുടെ ചുറ്റും കടന്നു വരുന്നവർക്കെല്ലാം ഒരു ദൈവിക സാന്നിധ്യത്തോടെ അവരെ കണ്ട് അവരെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും കർത്താവ് വാനമേഘങ്ങളിൽ വരുന്നതിന് വെറുതെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഓരോ നിമിഷവും ദൈവം കടന്നു വരുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെയൊക്കെ വലിയ പരാജയം. വിശുദ്ധ കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം തൻ്റെ അടുത്തേക്ക് കടന്നു വന്നവരും താൻ കണ്ടുമുട്ടിയവരിലെല്ലാം ക്രിസ്തുവിൻ്റെ മുഖം കാണുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് വളരെ മോശമായ സാഹചര്യത്തിലും ഹീനമായ ജീവിത സാഹചര്യത്തിൽ കഴിയുന്നവരൊക്കെ അവരെയൊക്കെ ക്രിസ്തുവിൻ്റെ ആ ഒരു സ്നേഹത്തോടെ, ക്രിസ്തുവിന് കൊടുക്കുന്ന ആ ഒരു പരിഗണനയോടെ അവരെ കാണാൻ പറ്റി. ലോകത്തെ മുഴുവനും മാറ്റിമറിച്ച്, ഒത്തിരി പക്വമൊന്നുമില്ല, ഒത്തിരി ശാരീരികമായ ക്ഷമതയൊന്നുമില്ല, ഒരു ചെറിയ ഒരു സിസ്റ്റർ ലോകം മുഴുവനും മാറ്റിമറിക്കുവാനായിട്ട് ആ വിശുദ്ധതയ്ക്ക് സാധിച്ചു. അതായത് കർത്താവിനെ സ്വീകരിക്കുവാനും കർത്താവിനെ കണ്ടുമുട്ടുവാനും എപ്പോഴും ഒരുക്കത്തോടെ ജാഗ്രതയോടെ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും ഓരോ നിമിഷവും ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ ഈ ഒരു വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം: ഈശോയെ, നിന്നെ ഓരോ നിമിഷവും കണ്ടുമുട്ടുവാൻ, ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിൽ ഞങ്ങളുടെ ജീവിത പങ്കാളിയായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ബന്ധുമിത്രാദികളായിക്കോട്ടെ, ഓരോ രീതിയിൽ നമ്മളെ സഹായിക്കുന്നവരായിക്കോട്ടെ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യക്തികളായിക്കോട്ടെ, അവരെല്ലാം കർത്താവേ നിനക്ക് തരുന്ന ആ ഒരു പരിഗണനയോടെ, സ്നേഹത്തോടെ, പുഞ്ചിരിയോടെ അവരെ കാണുവാനും അവരെ സ്നേഹിക്കുവാനുമുള്ള കൃപ തരണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ഈ രക്ഷയെ തിരിച്ചറിയുന്നവരായി മാറുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.